ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറും സരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനുവേട്ട, ഞാൻ മനുവേട്ടനോടൊപ്പം വരാം. എനിക്ക് സംസാരിക്കണം. എൻ്റെ മനുവേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതേ മോളെ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. മോളെ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ച് നടക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ വിഷമം. മോളെ എന്നോടെല്ലാം തുറന്ന് പറഞ്ഞാൽ മോളെ എനിക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയാലോ. ഞാൻ തുറന്ന് പറയാം മനുവേട്ടാ, തുറന്ന് പറയാം. ഇനിയിപ്പോൾ ഒന്നും മനസ്സിലടക്കി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം മനുവേട്ടനോട് തുറന്ന് പറയാം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് മനുവേട്ടാ. ആ പ്രശ്നം എന്താന്ന് ഞാൻ എൻ്റെ മനുവേട്ടനോട് പറഞ്ഞു കഴിയുമ്പോൾ മനുവേട്ടൻ തന്നെ ഞെട്ടും. അത് കേട്ടത് മനോഹർ ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര, ഇവള് എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ചാണ് അറിഞ്ഞതെങ്കിൽ ഇവളിപ്പോൾ എന്നോട് ഇങ്ങനെ ഇത്ര മയത്തിൽ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയത്? മോള് പേടിക്കണ്ട. മോള് എന്നോട് എന്ത് കാര്യം തുറന്നു പറഞ്ഞാലും മോളുവിൻ്റെ കാര്യങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും സഹായിക്കാൻ. മോളെ ഞാൻ സഹായിക്കും, മോള് പേടിക്കാതെ. എൻ്റെ മോളുവിന് ഞാൻ വാക്ക് തരിക, മോളിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമെന്ന് എന്നൊക്കെ പറയണം. സത്യമായിട്ടും മനുവേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടാവുമോ? സത്യമായിട്ടും ഞാൻ മോളിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇത് ഞാൻ തരുന്ന വാക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കണം. ഈ സമയം മനോഹർ, ദൈവമേ, ഇനിയിപ്പോൾ ഇവൾ ആരെക്കുറിച്ചാണോ പറയാൻ പോകുന്നത്? ബഗാസുരനെ കുറിച്ചായിരിക്കുമോ? എന്നെക്കുറിച്ചായിരിക്കുമോ? ഇനി ശാരിയെക്കുറിച്ചായിരിക്കുമോ? താരയെക്കുറിച്ചായിരിക്കുമോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവളുമായിട്ട് പോകാതെ ഇനിയിപ്പോൾ ഒരു വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വന്ന കാര്യം പോയി പ്രകാശം പറയാം. അമ്മേ, ദേ എല്ലാവരും വന്നിട്ടുണ്ട്. ആ ബൈജുവും കിരണും കല്യാണിയും ഒക്കെ. എൻ്റെ ഭഗവാനെ, ബൈജുവോ? അതെ. എന്താ ബൈജുവിന് വന്നാൽ? അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കും അമ്മേ. ഇപ്പോഴും അവൻ ഞൊണ്ടി നടക്കുന്നത്. അതുകൊണ്ട് അവന് പേടിക്കേണ്ട ഒന്നുമില്ല. അല്ല മോനെ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആ കാന്താരി പെണ്ണ് അവരുടെ കൂടെ ഉണ്ടോ? ഏത് കാന്താരി പെണ്ണ്? ആ പാറു, ആ പിശാചി. പാറു അവളില്ലെന്നാ തോന്നുന്നേ. അല്ലമ്മ, അവളെ ഉണ്ടെങ്കിൽ തന്നെ എന്താ? ഈ കല്യാണത്തിന് എല്ലാവരും കൂടണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. എല്ലാവരും കാണട്ടെ അമ്മേ. ഞാൻ പണക്കാരുടെ ഒപ്പം ജീവിക്കുന്നത് എല്ലാവരും കാണട്ടെ. എൻ്റെ ജീവിതം ഒരു ചവറ്റുകൊട്ടയിലായി പോകുമെന്ന് കരുതി സന്തോഷിച്ചിരുന്നവരൊക്കെ ഒന്ന് കരയട്ടെന്നേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശം ഭയങ്കര അഹങ്കാരത്തോടെ സംസാരിക്കുക. ഇത് കേട്ടതും, എടാ മോനെ, അതല്ല, അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ദേ ആ കല്യാണിയെ പിടിച്ച് രാജപ്പനെ കെട്ടിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ അവസ്ഥ. അന്നേരം ആ പാറു എന്താ ചെയ്തത്? നമ്മുടെ എല്ലാവരുടെയും ഇതിൽ പടക്കം പൊട്ടിച്ചില്ലേ? ആ സമയത്ത് ആ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. രാജപ്പനാണെങ്കിൽ മുഖമെല്ലാം കത്തിച്ചാമ്പലായിട്ടാണ് പോയത്. അത് ശരിയാ. പക്ഷെ എന്ന് കരുതി അമ്മ പേടിക്കൊന്നും വേണ്ട. ഇപ്പം അവൾ ആകെ മാറിയിട്ടുണ്ട്. ആരുടെ അടുത്ത് പടക്കമൊന്നും അവൾ പൊട്ടിക്കാറില്ല. പൊട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മോനെ, പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും ദേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് നല്ല ടെൻഷനുണ്ട്. അത് കേട്ടതും, പേടിക്കൊന്നും വേണ്ട. എന്തിനാ പേടിക്കുന്നേ? ഇന്നേ നല്ലൊരു ദിവസമാണ്. എൻ്റെ കല്യാണം നടക്കുന്ന നല്ലൊരു ദിവസം. ഈ ദിവസം എല്ലാവരും ഇങ്ങോട്ട് വരണം. എനിക്ക് കൊതിയായിടാ മക്കളെ, ലക്ഷ്മി മോളെ കാണാൻ. ലക്ഷ്മി മോളെ കണ്ട് ലക്ഷ്മി മോളോട് സംസാരിക്കാൻ എനിക്ക് കൊതിയാവുന്നു എന്ന് മൂങ്ങ പറയുക. അതിനെന്താമ്മേ, അവള് മണവാട്ടി റൂമിലുണ്ട്, അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുക. എന്തായാലും മേക്കപ്പൊക്കെ കഴിഞ്ഞ് വരട്ടെ. ലക്ഷ്മി മോളെ കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷവും. അത് കേട്ടതും, എടാ നീ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താടാ ഇത്? നീയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നേ? അപ്പം നീ ഒന്ന് ചെന്ന് കണ്ടു എന്ന് കരുതി നിനക്ക് എന്താടാ സംഭവിക്കാൻ പോകുന്നേ? എൻ്റെ അമ്മയമ്മ കാർത്തിക മോൾ എന്തൊക്കെ ആചാരങ്ങൾ പറയുക. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുമ്പോൾ പെണ്ണിൻ്റെ മുഖം ചെറുക്കം കാണാൻ പാടില്ല എന്നും, അങ്ങനെ കാണണമെങ്കിൽ താലികെട്ട് കഴിയണമെന്ന് മണിയറേ പോകുമ്പോഴേ കാണാവുള്ളൂ എന്നൊക്കെയാണ് മോള് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. അമ്മക്ക് കാണേണ്ടതിൽ എതിർപ്പൊന്നുമില്ല കേട്ടോ എന്നും നമ്മുടെ പ്രകാശൻ ഇത് കേട്ടതും, എന്തായാലും എനിക്ക് കാണണോടാ മക്കളെ. ലക്ഷ്മിയെ ഒന്ന് കാണണം. കാണാതെ ഒരു വഴിയില്ല. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ടാക്കി. കിരണും കല്യാണിയും ബൈജൊക്കെ വന്ന സ്ഥിതിക്ക് കാദംബരി ഉണ്ടോടാ? കാദംബരി ഉണ്ട്. വയറും വീർപ്പിച്ചണ്ടാ വന്നിരിക്കുന്നത്. അവള് ഗർഭിണിയാ. എന്തായാലും ദേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി നിൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാനൊന്നും പറ്റില്ലല്ലോ. ദേ അമ്മേ, ഈ വയസ്സാം കാലത്ത് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നടക്കുവാണോ നിങ്ങൾ? അല്ലടാ, നിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. വിക്രത്തിൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നാ. ആൺകുഞ്ഞ് തന്നെ ജനിച്ച് അതിനെ താലോലിക്കണമെന്നാ. അത് കേട്ടതും, ഇനിയിപ്പോൾ പെൺകുട്ടികളോടുള്ള വെറുപ്പൊക്കെ അങ്ങ് മാറ്റണം അമ്മേ. കാർത്തിക മോൾ എന്തായാലും പെണ്ണല്ലേ, അപ്പം പിന്നെ പെൺകുട്ടികളെ വെറുക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാ. എന്തായാലും കാർത്തികയും ലക്ഷ്മിയും പെണ്ണാണെന്ന് പറഞ്ഞ് നീ അവരോട് വെറുപ്പും ദേഷ്യമൊന്നും കാണിക്കരുത്, കേട്ടല്ലോ.
ഒരിക്കലും ഇല്ലമ്മേ. അവർ കാരണമല്ലേ ഇന്ന് എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയത്. അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടല്ലേ ഇന്ന് എല്ലാവരുടെ മുൻപിൽ ഞാൻ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത്. ഞാനും എൻ്റെ മോനും. അതുകൊണ്ട് ഒരിക്കലും അവരെ ഞാൻ വെറുക്കില്ലമ്മേ. സ്നേഹിച്ച് കൂടെ നിർത്തത്തേ ഉള്ളൂ. മോനെ, ഈ വാക്ക് എന്നും നീ മനസ്സിൽ ഓർക്കണം. ഓർക്കും അമ്മേ, എന്നും ഓർക്കും. കാർത്തികയെ പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും ഞാൻ മറക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബാലനെയാണ്. ബാലൻ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക. പ്രകാശൻ്റെ ഒരു അഹങ്കാരമേ, അവനെ സാറേന്ന് വിളിക്കണം, അവൻ്റെ മോനെ സാറേന്ന് വിളിക്കണം. വല്ലാത്തൊരു കഷ്ടം തന്നെ. അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കൊട പിടിക്കുമെന്നാണല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രകാശൻ ഇപ്പോൾ അർദ്ധരാത്രിയും കൊട പിടിച്ചുകൊണ്ട് നടക്കുക. എന്തായാലും നടക്കട്ടെ. ആ പ്രകാശൻ്റെ അവസാനം ആകാറായി. എന്നാലും എൻ്റെ രാജപ്പണ്ണ, പ്രകാശൻ സാറിന് ഇത്രയും കൂടാ തലേ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തുകൂടാ എന്നും രാജപ്പൻ. അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞത്? അതൊരാക്കി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. പ്രകാശൻ ഏത് കൂടെ ചുമക്കുന്ന കാര്യമാണ് പറഞ്ഞത്? ഒന്നുമില്ല രാജപ്പണ്ണ. അതേ, ഈ ലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണ്, സോറി മാഡം, ഭയങ്കര പണക്കാരിയാണെന്നല്ലേ കേട്ടത്. അപ്പോൾ ഇട്ടുമൂടാനുള്ള പൊന്നായിരിക്കും പ്രകാശന് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ പ്രകാശൻ ആ പൊന്ന് കൊടുക്കുമ്പോൾ പ്രകാശൻ ആ പൊന്നും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പൊന്ന് പ്രകാശൻ എങ്ങനെ കൂടയിൽ കൊണ്ടുപോകുമോ എന്ന് ആലോചിക്കുമായിരുന്നു. തലയിൽ വെച്ചുകൊണ്ട് പോകുമോ, ഇനി വണ്ടി കയറ്റിക്കൊണ്ടു പോകുമോ, ഇതൊക്കെ ഓർത്താണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനാകെ പേടിച്ചു പോയി. ഇനി അവനെങ്ങാനും ആ പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെങ്കിലോ? കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനെന്ത് പറയാനാ? എൻ്റെ കാശ് എനിക്ക് തരണം. 17 ലക്ഷം രൂപയാണ് ഞാൻ അവന് എണ്ണി കൊടുത്തത്. അതും ആ പണക്കാരത്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടി. എന്തായാലും അയവളെ കെട്ടിയില്ലെങ്കിൽ, എൻ്റെ പണം തിരിച്ചു തന്നില്ലെങ്കിൽ പ്രകാശനെ ഞാൻ കൊല്ലും, അതുറപ്പാ. എൻ്റെ പണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇനി അവനെ വിശ്വസിച്ച് ഞാൻ കടം കൊടുക്കില്ലല്ലോ. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും രാജപ്പണ്ണ. എന്തായാലും എന്നെ പറ്റിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജപ്പണ്ണൻ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം അങ്ങനെയൊന്നും സംഭവിക്കില്ല രാജപ്പണ്ണ. കുറച്ച് കഴിയുമ്പോൾ പ്രകാശൻ സാറ് ലക്ഷ്മി മാഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടും. ആ താലി കെട്ട് കഴിയുമ്പോൾ രാജപ്പണ്ണൻ്റെ പൈസ അപ്പം തന്നെ തിരിച്ചു തരും. അപ്പം തന്നെയോ? അതെങ്ങനെ സംഭവിക്കും? കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞാലല്ലേടാ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റൂ. അത് ശരി തന്നെയാ. എന്നാൽ പിന്നെ ആദ്യ രാത്രിയൊക്കെ കഴിയട്ടെ ബാലണ്ണ. അടുത്ത ദിവസം ബാലണ്ണൻ്റെ പൈസ തിരിച്ചു ചോദിക്കി. തിരിച്ചു ചോദിക്കണ്ടാ, പ്രകാശൻ തരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. തരും, അവൻ്റെ കിഡ്നി പറിച്ചു തരും. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനെയാണ്. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ മനുവേട്ടനോട് തുറന്നു പറയണം. അതെ, മനുവേട്ടൻ എല്ലാം അറിയണം. മനുവേട്ടൻ എൻ്റെ എല്ലാമാ. മനുവേട്ടൻ മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് ഏക ആശ്രയം. മനുവേട്ടനോടല്ലാതെ ഞാനിത് ആരോടാ തുറന്നു പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതെ, മനുവേട്ടനെല്ലാം അറിയണം. എൻ്റെ അമ്മയല്ല ഇപ്പോൾ ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ആ സ്ത്രീയെന്ന് എൻ്റെ മനുവേട്ടനോട് പറഞ്ഞേ മതിയാകൂ. ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും ഭാര്യമാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം അവിടെ നമ്മുടെ ലക്ഷ്മിയാണ് കാണിക്കുന്നത്. ലക്ഷ്മി ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് സാരി കൊണ്ട് മുഖമൊക്കെ മറച്ചിരുത്തിയിരിക്കുക. കാർത്തിക, മോളെ എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് മേല. സാരമില്ലമ്മേ, കുറച്ച് നേരം കൂടെ ക്ഷമിച്ചാൽ പോരെ. ആ പ്രകാശനെ ഭയങ്കര അഹങ്കാരത്തോടെ നടക്കുന്നത്. എന്തായാലും ആ കാഴ്ച നമുക്ക് കാണണ്ടേ? അതിന് വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും അമ്മ ഭയങ്കര സന്തോഷത്തോടെയും ത്രില്ലോടുകൂടെ ഇരുന്നോ. കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പതനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതേ മോളെ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും എനിക്ക് സന്തോഷമായി. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ പ്രകാശൻ നെഞ്ചുവേദന എടുത്ത് തകർന്നിരിക്കുന്നത് എനിക്ക് കാണണം. അവൻ്റെ അവസാനം കരയാൻ പോലും കഴിയാതെ അവൻ്റെ അമ്മയും മകനും നെഞ്ചത്തടിച്ച് നിൽക്കുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് മുഴുവനും. ഈ സമയം കാദംബരിയും കല്യാണിയും ദീപയും ഒക്കെ വെളിയിലുണ്ട്. എന്തായി ചേച്ചി? ചേച്ചിക്ക് വല്ല അസ്വസ്ഥതയും തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, എനിക്ക് ഒരു ത്രില്ലാണ് ഈ കല്യാണം കാണാൻ. നമ്മളെയൊക്കെ തള്ളിക്കളഞ്ഞ നമ്മുടെ അച്ഛൻ്റെ പതനം കാണാൻ ഞാൻ തയ്യാറായി നിൽക്കുക മോളെ. അയാൾ ഭയങ്കര അഹങ്കാരം പിടിച്ച് നടക്കുമല്ലേ. മകനെ മാത്രം ചേർത്ത് പിടിച്ച് മോന് മാത്രം എല്ലാം വാരിക്കോരി കൊടുത്ത് അവനെയും ഒരു അഹങ്കാരിയാക്കി. അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ.
ഞങ്ങൾ ആ വീട്ടിലിരുന്നപ്പോഴും ഞങ്ങളുടെ ചെലവിന് കഴിയുമ്പോൾ പോലും അവരുടെ ഭരണത്തിനനുസരിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എല്ലാത്തിനും ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് കാർത്തിക ചേച്ചിയും അമ്മയും വന്നിരിക്കുന്നത്. എന്തായാലും അവരനുഭവിക്കാൻ പോവുക, അനുഭവിച്ചിട്ടേ ഈ മണ്ണിൽ നിന്ന് പോകൂ. അച്ഛനും മോനും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെയുള്ള തിരിച്ചടി ഇനി കിട്ടും. അതെ ചേച്ചി, ആ ഒരു സന്തോഷത്തിലാണ് ഞാനും. ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ കുറേശ്ശെ സങ്കടങ്ങളൊക്കെ സഹതാപമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനല്ലേ, ആ അനിയനല്ലേ എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഇപ്പോൾ എനിക്കതൊരു തുള്ളി. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളോട് ഒരു തുള്ളി സ്നേഹമില്ല. നമ്മളെ എപ്പോഴും തള്ളിപ്പറയുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആ അച്ഛന് വേണ്ടി നമ്മളെന്തിനാ ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നേ? അതേ മോളെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്രയൊക്കെ നമ്മളോട് കാണിച്ച അയാൾ അനുഭവിച്ചിട്ടല്ലേ ഈ മണ്ണിൽ നിന്ന് പോകാവൂ. ഇന്നത്തോടെ അവൻ്റെ ഹൃദയം പൊട്ടി അവൻ മരിച്ചാലും എനിക്കൊരു സങ്കടവും ഇല്ല മോളെ. അച്ഛന് വേണ്ടി കരൾ വരെ കൊടുത്തു. ഇനി അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആര് കണ്ടു? എന്തായാലും അയാൾക്ക് ഇനി ജീവിതം കഴിഞ്ഞു, അവസാനിച്ചു. ഒരഹങ്കാരവുമില്ലാതെ അയാൾ ഭിക്ഷ യാചിക്കുന്നത് കാണണം. പാവം ബാലനങ്ങളെ പോലും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടമ്മേ. ബാലനങ്ങൾ അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ മുതലാളി ഇരുന്ന് കഴിക്കുന്നിടത്ത് തൊഴിലാളി കഴിക്കണ്ട, താൻ തൊഴിലാളിയാണ്, അതുകൊണ്ട് ഇത്രയും വലിയ ഹോട്ടലിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലനങ്ങളെ ഒരുപാട് അപമാനിച്ചു. ദുഷ്ടൻ. കാലണയ്ക്ക് വകയില്ലാതിരുന്നപ്പോൾ ബാലൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് പണി ചെയ്തത്. എന്നിട്ട് ആ ഒരു നന്ദി പോലും കാണിക്കാതെ ആ ബാലൻ ചേട്ടനെ ഒരുപാടിട്ട് വേദനിപ്പിക്കുക. എല്ലാത്തിനും കൂടെ ഉള്ള തിരിച്ചടിയാണ് ദൈവം അയാൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഇന്നത്തോടെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ച് ഇട്ട ജുബ്ബയോടെ അവൻ പിച്ചയെടുക്കേണ്ടി വരും, അതുറപ്പാ. അങ്ങനെ ഒരു കാഴ്ച കാണാനല്ലേ അമ്മേ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനാകെ പേടിച്ച് നിൽക്കുമായിരുന്നു. കല്യാണിക്ക് ഇത്തിരിയെങ്കിലും സഹതാപം അയാളോട് തോന്നി. അയാളെ ഇതിൽ നിന്നും രക്ഷിക്കുമെന്ന്. ഇല്ല കിരണേട്ടാ, എനിക്കിനി അവനോട് സഹതാപം തോന്നില്ല. എൻ്റെ അച്ഛനായാലും എൻ്റെ ആങ്ങളെയായാലും അവർ ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്. എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തത് ഞാൻ ക്ഷമിക്കുമായിരുന്നു. എന്നാൽ കാർത്തിക ചേച്ചിയോട് ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റാ. പിഞ്ചു ചോര കുഞ്ഞിനെ ഓടയിലിട്ട് നായ്ക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് വന്ന ആ തള്ളയും മകനും അനുഭവിക്കണം. അനുഭവിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പോലും പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം നമ്മുടെ കിരണാണെങ്കിൽ ഭയങ്കര ത്രിൽ നിൽക്കുക. ദീപയും അതെ. പ്രകാശൻ്റെ പതനം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഈ സമയം ദീപയും ലക്ഷ്മിയും നമ്മുടെ കാർത്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മൂങ്ങ, അയ്യോ മണവാട്ടി പെണ്ണിനെ ഒരുക്കുകയാണോ? കുറേ നേരമായി ഒന്ന് ആഗ്രഹിക്കുന്നു മണവാട്ടി പെണ്ണിനെ ഒന്ന് കാണാൻ. ഭയങ്കര സന്തോഷത്തോടെ വരിക മൂങ്ങ. അത് കണ്ടതും നമ്മുടെ കാർത്തിക, ഈശ്വര അമ്മേ, ആ തള്ള ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, മോളെ എങ്ങനെയെങ്കിലും തടയേ, അവരെൻ്റെ മുഖം കാണരുത് എന്നും പറയുക. ഈ സമയം മൂങ്ങ, മോളിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ വന്ന് മോളെ കണ്ടാനായിരുന്നു. മോളെ ലക്ഷ്മി, എന്തായാലും എൻ്റെ മരുമകളാകാൻ പോകുന്ന മഹാലക്ഷ്മിയെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് സാരി മാറ്റാനായിട്ട് മൂങ്ങ ഇങ്ങനെ കയ്യും കൊണ്ട് ചെല്ലുക. അപ്പോഴേക്കും കാർത്തിക അത് തടഞ്ഞു. വേണ്ട അമ്മുമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന്. അതെ, മൂങ്ങ ലക്ഷ്മിയെ കാണുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.